ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തക്കാളി ചമ്മന്തി ഉണ്ടാക്കി കാണിക്കാം എങ്ങനെയാന്ന്. ഇതാണ് തക്കാളി അരിഞ്ഞു വെച്ചേക്കുന്നത്. ഞാനും ചേച്ചിയും കൂടെ ആണ് തക്കാളി ചമ്മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാന്ന് കാണിക്കാം. നമ്മളൊരു ചട്ടി അടുപ്പേ വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 3 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ എന്താണ് ഇടുന്നത്? ഉഴുന്നാണ് ഇടുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ എന്തായാലും ഉഴുന്നാണ്. ഒരു പിടി ഒരു പിടി ഉഴുന്നിട്ടിട്ടുണ്ട്. എല്ലാവരും കണ്ടല്ലോ അല്ലേ? വലിയ കൈയാണെങ്കിൽ ഒറ്റ പിടിയേ ഉള്ളൂ. ചെറിയ കൈ ആയതുകൊണ്ട് 1.5 പിടി ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഈ ചമ്മന്തി ഒന്ന് ഉണ്ടാക്കി നോക്കണേ, അടിപൊളിയാണ്. അപ്പോൾ ഇതിനകത്തേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു കാൽ പീസ് ഇഞ്ചിയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കാം. ഇളക്കി നല്ല മൂപ്പിച്ച് എടുക്കണം. ഇനി അതിനകത്തേക്ക് എത്രണ്ണമുണ്ട്? ഒരു 7 പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്ത് ഇത് വേണമല്ലോ. ഇതിനെല്ലാം നന്നായിട്ട് ചുമന്ന് ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമെല്ലാം മാറി വറ്റൽമുളക് നന്നായിട്ട് മൂത്ത് വന്നു. ഇനി അതിനകത്തേക്ക് നമുക്ക് ഒരു 2 സവോള അരിഞ്ഞ് വെച്ചത് ഇട്ട് ഇനി ഇത് നല്ലോണം വഴന്നു വരണ്ടേ? ഇത്തിരി ഉപ്പിട്ട് കൊടുത്താൽ വേഗം വഴന്നു വരുന്നതായിരിക്കും. ഇപ്പം ഉപ്പിട്ട് കൊടുക്കാൻ പോവുകയാണ്, പെട്ടെന്ന് വഴന്നു കിട്ടാൻ വേണ്ടി. ചമ്മന്തി എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്കൊക്കെ ഉണ്ടാക്കാൻ അറിയാം, എന്നാലും ഞങ്ങൾ ഉണ്ടാക്കുന്ന പോലെ നിങ്ങൾക്കറിയില്ല. ഒന്ന് ട്രൈ ചെയ്ത് ഒന്ന് ചെയ്ത് നോക്കുക. നമുക്കും അതിനൊരു ബെനിഫിറ്റ് കിട്ടും. ഇതല്ല വേറെ ഏതെങ്കിലും മെത്തേഡിൽ ആരെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് പറഞ്ഞു തരുവാണെങ്കിൽ കമൻറ്റിൽ പറഞ്ഞു തരിക. നമുക്കും അങ്ങനെ ട്രൈ ചെയ്യാം. വെറൈറ്റി ഫുഡ് ഉണ്ടാക്കി പഠിക്കാം. ഉള്ളിയെല്ലാം നന്നായിട്ട് ചുമന്ന് ഒരു വിധം ബ്രൗണിഷ് കളറായി വരുന്നുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഓൾറെഡി നമ്മൾ മുളക് ചേർത്തേക്കുന്നത് കൊണ്ട് മുളക് പൊടിയുടെ ആവശ്യമില്ല. അപ്പം ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തു. ഇനി അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഉടനെ തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിൽ ലാസ്റ്റ് നമ്മളൊരു ഇൻഗ്രീഡിയൻസ് ചേർക്കുക. അത് സർപ്രൈസാണ്. ലാസ്റ്റ് നമുക്ക് വീഡിയോയിൽ കാണിക്കാം. പറയണ്ട പറഞ്ഞു. ഇനി നമ്മൾ അരിഞ്ഞ തക്കാളി. ആരും അരിഞ്ഞ തക്കാളി ഇല്ലായിരുന്നു. നമ്മൾ കരിയാത്ത തക്കാളി ഉണ്ടല്ലോ. നാണം കിട്ടല്ലേ, ഒരെണ്ണം അരിയാതെ പോയി അല്ലേ? ഇത് എന്തേരം തക്കാളിയാ? 6 തക്കാളി അരിഞ്ഞതാണേ. ഒരു കഷ്ണം അരിയാത്തത് കൊണ്ട്. ഇനി ഇത് നല്ലോണം വഴന്ന് വരണം അല്ലേ? ഇതെല്ലാം വഴന്ന് ഇളക്കി നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ തക്കാളിയൊക്കെ നല്ല വഴന്ന് വന്നിട്ടുണ്ട്. കണ്ടോ? ചാറ് പോലെയായി. ഇതിനകത്തേക്ക് ഇനി നമ്മളൊരു ഇൻഗ്രീഡിയൻറ്റ് കൂട്ടാന്ന് പറഞ്ഞില്ലായിരുന്നോ? അപ്പം അതിൽ ലേശം കായപ്പൊടി ഇട്ട് കൊടുക്കുവാണേ. അപ്പം അതിന് വേറൊരു ടേസ്റ്റും സ്മെല്ലും വരും. ഇനി ഇത് നമുക്ക് അരച്ച് എടുത്തുകൊണ്ട് വരാം. തണുത്തിട്ട്. അപ്പോൾ നമ്മളെ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തനിനാടൻ വെളിച്ചെണ്ണ. കണ്ടോ?
ഈ എണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അടുത്ത് നെയ്പാത്രമൊക്കെ ഇരിപ്പുണ്ട്, ആരും നോക്കണ്ട. നെയ്യൊന്നും അല്ല ഒഴിക്കുന്നത്. കടുക് എണ്ണ ചൂടായി. ഇതിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുക്കാം. ഗ്യാസ് ഉണ്ടാക്കുന്ന ഉള്ളി നിന്നാണോ? സൾഫറാണ് ഉള്ളി. ഒരു 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു പകുതി സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കുഞ്ഞുള്ളി അരിഞ്ഞ് ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ്. എളുപ്പപ്പണിക്ക് ഇതാണ് ഉണ്ടാക്കുന്നത്. ഇതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു ശകലം കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കും. കഴുകിയത് കൊണ്ട് വെള്ളം ചേർക്കും. ഇനി നല്ല മൂപ്പിച്ചെടുക്കാം. അപ്പം ഇളക്കിക്കൊണ്ട് വീഡിയോ പിടിക്കാം അല്ലേ? ഞാനാണ് ഇളക്കുന്നത്. ഞാൻ വിചാരിച്ച് പറ്റൂലെന്ന്. ഇനി സ്വന്തമായിട്ട് കറി വെക്കുമ്പോൾ ഇങ്ങനെ ചെയ്യും. അടുക്കളയ്ക്കകത്ത് എന്തൊക്കെ സാധനമുണ്ട്. നെയ്പാത്രം കാണുന്നുണ്ട്, ദോശമാവ് കാണുന്നുണ്ട്, ദോശ ചട്ടിയുണ്ട്. ഇല്ല ഇല്ല കുഴപ്പമില്ല. ഉള്ളിയൊക്കെ അങ്ങനെ മുരിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തക്കാളി ചമ്മന്തിക്ക് വേണ്ടിയാണേ. അടിപൊളി ചമ്മന്തിയാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ആയെന്ന് തോന്നുന്നു. നമ്മുടെ ഉള്ളിയൊക്കെ അങ്ങനെ പൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്തുകൊണ്ട് വന്ന തക്കാളി ബാക്കി സാധനങ്ങളെല്ലാം കൂടെ ഒഴിച്ചു കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ കടുവറുത്ത് ഇത് ഒന്ന് തക്കാളി ഒന്ന് റോസ്റ്റായി വന്നിട്ട് വേണം കടുവറുത്തിട്ട് കൊടുക്കാൻ. പക്ഷെ നമ്മളുടെ സമയം ഇല്ലാത്തത് കൊണ്ട് സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ കടുവറുത്തതിനകത്ത് എങ്ങനെ ആക്കിയാലും നല്ലതാ. ഒന്നും വേണ്ട, എളുപ്പപ്പണി. നമുക്ക് സമയമില്ലാത്തവർക്ക് പറ്റിയ ചമ്മന്തിയാണിത്. ചപ്പയെന്ന് ചമ്മന്തി. ഒരാഴ്ച വരെയൊക്കെ ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഒരാഴ്ച വരെ കേടാവാതെ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം. അത്ര നല്ല ചമ്മന്തിയാണ് കേട്ടോ. ഇച്ചിരി നേരം പച്ചപ്പ് മണമൊക്കെ ഒന്ന് മാറി വരണം. ഇനി നമ്മുടെ മിക്സിയുടെ ജാറ് ഒന്ന് പയ്യെ ഒന്ന് കഴുകിയെടുക്കാൻ, അത് കിട്ടാത്തതുകൊണ്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തുകൊണ്ട് വരാമെന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ച്. നല്ലോണം നേരം ഇളക്കണം കേട്ടോ. ഇത് പച്ചമണം മാറാൻ വേണ്ടി അങ്ങനെ ആക്കിയാലാണ് സൂപ്പർ ചമ്മന്തി. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇനിയാണ് ഇതിൻ്റെ അകത്ത് അല്ലേ ഉപ്പൊക്കെ ഉണ്ട്. ഇത് നമ്മളിവിടെ ഇപ്പോൾ ബാങ്ക് വിളിക്കുന്ന സമയമാണ്. നമ്മളെ റൂമിൻ്റെ സൈഡിൽ തന്നെയാണ് പള്ളി ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് ബാങ്ക് വിളിക്കുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. എപ്പോഴും ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ബാങ്ക് വിളിക്കുന്ന സൗണ്ട് കേൾക്കാം. ആ സമയത്താണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത്.
ആ സമയത്താണ് ഓൾറെഡി നമ്മൾ കുക്ക് ചെയ്യുന്നത്. ഇനി നമ്മളെ മിക്സിയൊക്കെ കഴുകി ഒന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് വെള്ളം ഒഴിച്ച്. അതും കൂടെ കൂട്ടി കൊടുക്കാം. വെള്ളം ഇത് പോരാ, ഞാൻ മിക്സ് ആകാൻ വേണ്ടിയിട്ട് വെള്ളം എടുത്ത് ഇനിയും വെള്ളം വേണമെന്ന് ഇച്ചിരൂടെ. ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ജാറ് അടിച്ചെടുത്ത് വന്നതാണ്. ഇനി അടുത്ത ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ വേണം. ചൂടുവെള്ളമാണ് നമ്മൾ ഒഴിക്കുന്നത്. പച്ചവെള്ളം ഒഴിച്ചാൽ പിന്നെ അത് തിളയ്ക്കണ്ട. പച്ചവെള്ളം ഒഴിച്ചാൽ അത് തിളയ്ക്കണം. അപ്പോൾ പിന്നെ വേറെ ഒരു ചുവയാവും. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ച് ഒന്നും കൂടെ കഴുകി ഒഴിക്കാം. കണ്ട ഇങ്ങനെയാണ് നമ്മളെ ചമ്മന്തി. ഈ സ്ഥലം എനിക്ക് കാണുന്നില്ല. കാണുന്നില്ല, അതാണ് സൈഡിൽ. അടുപ്പിന് പൊക്കം കൂടുതലല്ലേ? എനിക്ക് ഒട്ടും പൊക്കമില്ല. ഇനി ഇതിൻ്റെ അകത്തൊരു സാധനം ലാസ്റ്റ് ചേർക്കുന്നുണ്ട്. അതാണ് ടേസ്റ്റ് മക്കളെ, ടേസ്റ്റ്. പറയാം, നോക്കിയിരുന്നോ സാധനം എന്താന്ന്. വെയിറ്റ് ആൻഡ് സീ. ഇതിന്റെ ടേസ്റ്റ് എന്താന്ന് ഞാൻ നോക്കട്ടെ. ചേച്ചി ടേസ്റ്റ് നോക്കുന്നുണ്ട്. മുഖഭാഗം കാണിക്കാവേ എല്ലാവരും. ഇച്ചിരി ഉപ്പ് കൂടാണ്. ഉപ്പ് കുറവാണ് ടേസ്റ്റ് നോക്കിയിട്ട്. അയ്യോ തെറിക്കുന്നുണ്ട്. തെറിക്കുന്ന കണ്ടോ? ചമ്മന്തിക്ക് ജീവൻ വെച്ചിരിക്കുന്നു. ഒപ്പി തീ കെട്ടുപോയിന്ന് സിമ്മ ആക്കിയതാണ്. ഒരു പ്രാവശ്യം ഇട്ട് കേട്ടോ ഉപ്പ. അപ്പം നമ്മുടെ ഉപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയും വെള്ളം വേണമെന്നാണ് പറയുന്നത്. വെള്ളം അതാ. അപ്പം എല്ലാം കൂടെ ഒരു ഗ്ലാസ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഒരു ഗ്ലാസ് വെള്ളം ചേർത്താൽ മതി കേട്ടോ. നിങ്ങൾ നോക്കിയിട്ട് വെള്ളം ഒഴിക്കുക. ലാസ്റ്റ് ഘട്ടം ഇടാൻ പോവുകയാണ്. നിങ്ങൾക്കൊന്നും അറിയില്ലല്ലോ ഇത്. നിങ്ങളൊക്കെ ഇടാറുണ്ടോ? ഇതിപ്പോൾ നമുക്ക് 10-16 പേർക്ക് സെർവ് ചെയ്യണം. ഇതൊരു 10-16 പേർക്കുള്ള ചമ്മന്തിയാണ് കേട്ടോ. കണ്ടോ? ഇനി ലാസ്റ്റ് നമ്മൾ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ പുളിയും ഉപ്പും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. 1/2 സ്പൂൺ പഞ്ചസാര. ഇതും കൂടെ ഇട്ട് നമുക്ക് യോജിപ്പിച്ച് എടുക്കാം. കണ്ടോ? അപ്പം നമ്മുടെ ചമ്മന്തി റെഡിയായി. അപ്പം നമ്മുടെ ചമ്മന്തി എല്ലാം റെഡി ആയിട്ടുണ്ട്. കണ്ടോ? കാണുന്നില്ല. കാണുന്നുണ്ടോ? അതാ നമ്മുടെ ചമ്മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തരണേ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ബൈ ബൈ. ഓക്കെ.